ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഒരുപാട് നേരം ഒരു 1 hour സെഷൻ ഉണ്ടാവില്ല. ഞാൻ കുറച്ച് മുന്നേ നിർത്തുട്ടോ. നമുക്ക് മാക്സിമം പെട്ടെന്നെല്ലാം പറയും. ഇന്നത്തെ പത്രം വായിച്ചോ എല്ലാവരും? ഇന്നത്തെ പത്രം വായിച്ചോ? ന്യൂസ് വായിച്ചു. ഓക്കെ, എത്ര ന്യൂസ് വായിച്ചു അസ്ര? 3 to 5 ന്യൂസ്. ഓക്കെ. ബാക്കിയോ? ശ്രുതി എത്ര ന്യൂസ് വായിച്ചു? ഹെഡിങ് മാത്രം മതി, കുഴപ്പമില്ല. നമുക്ക് തൽക്കാലം ഹെഡിങ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് പയ്യെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മൊത്തം വായിക്കേണ്ട ആവശ്യമില്ലല്ലോ, അപ്പോൾ കുഴപ്പമില്ല. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നോക്കൂ, ഇന്ന് നമ്മുടെ ഫസ്റ്റ് പേജിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അല്ലേ? ഏതാണ്? ലെബനൻ. ലെബനൻ എവിടെയായിരുന്നു ലെബനൻ? എവിടെയായിരുന്നു ലെബനൻ? ഏഷ്യൻ കോണ്ടിനെന്റ്. ഓക്കെ, ഏഷ്യ. തൊട്ടടുത്തുള്ള ആ ഒരു വാട്ടർ ബോഡിയുടെ പേരെന്താ? തൊട്ടടുത്ത് മെഡിറ്ററേനിയൻ സീ. യെസ്. വേറെ ഏത് രാജ്യങ്ങളൊക്കെയാ അടുത്തുള്ളത്? ബാക്കി സറൗണ്ടിങ് നേഷൻസ് ഏതൊക്കെയാ? ഇസ്രായേൽ ആൻഡ് സിറിയ. ഓക്കെ. എന്താ ലെബനിൽ ഇപ്പൊ പ്രശ്നം? ഓ, ഇസ്രായേൽ അവിടെ പ്രശ്നം ഉണ്ടാക്കിയില്ല. എന്താ ഇസ്രായേൽ അവിടെ പ്രശ്നം ഉണ്ടാക്കാനുള്ള റീസൺ എന്തായിരിക്കും? എന്താ ഇസ്രായേലിന് അവിടെ പ്രശ്നം എന്തായിരിക്കും? അവിടെ പോയി യുദ്ധം ചെയ്യാനുള്ള റീസൺ എന്തായിരിക്കും? ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ്? ഇന്ന് സെർച്ച് ചെയ്യട്ടോ, എന്തുകൊണ്ടാണ് ലെബനില് ഇസ്രായേൽ ഒരു വാർ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവിടെ പോയി ഇങ്ങനെയുള്ള എന്താ പറയുക ആൾക്കാരെ കൊന്നതിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയതിൻ്റെ റീസൺ എന്താണെന്ന് ചെക്ക് ചെയ്യട്ടോ. ഓക്കെ, നമുക്ക് ന്യൂസിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾ ഈ ന്യൂസ് കണ്ടോ? ഈ ന്യൂസ് ഒന്ന് വായിക്കൂ. കാണാൻ പറ്റുണ്ടോ? ആ ന്യൂസ് ഒന്ന് വായിച്ച ഹെഡ്ലൈൻ ഒന്ന് വായിക്കൂ. എന്താണ്? കാണാൻ പറ്റുന്നില്ലേ? ക്ലാരിറ്റി ഇപ്പൊ കാണാവോ? എന്താണ്? ഡ്രാഫ്റ്റ് മാസ്റ്റർ പ്ലാൻ ഫോർ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് പ്രൊജക്ട്സ് ടൂറിസം ആസ് പ്രൈമറി ഗ്രോത്ത് ഡ്രൈവർ. ഇല്ലേ? കാണാൻ പറ്റുണ്ടോ? ഓക്കെ, ഈ ന്യൂസ് എന്തിനെ കുറിച്ചാണ് പറയണേ? എന്താ പറയണേ ഈ ന്യൂസിൽ എന്താ പറയുന്നേ? ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ എന്തോ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരുന്നുണ്ട് അല്ലേ? ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ കൊണ്ടുവരുന്നു. അതാണ് ഈ ന്യൂസ്. ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് എവിടെയാണ്? ഇന്ത്യയുടെ ഏത് സൈഡിലായിട്ടാണ് വരിക? വെസ്റ്റേൺ സൈഡാണോ? യെസ്, ഈസ്റ്റേൺ സൈഡിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കൂ, ഇതെന്താണ്? ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ എന്തൊക്കെയോ പ്രൊജക്റ്റ് വരുന്നുണ്ട്. ടൂറിസം ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസാണ്. എന്ന് വെച്ചാൽ ആ വരുന്ന പ്രൊജക്റ്റിനെ അവിടുത്തെ ട്രൈബൽ ആൾക്കാർ എന്താണ് എതിർത്തു. ഞങ്ങളുടെ നാട്ടിലെ ഈ പറഞ്ഞ ടൂറിസം പ്രൊജക്റ്റ് വരണ്ട എന്നുള്ള കാര്യമാണ് ആര് പറയുന്നത്? അവിടുത്തെ ട്രൈബൽ ആൾക്കാർ. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന ഐലൻഡിലെ ട്രൈബ്സിൻ്റെ പേര് ഈ ന്യൂസിൽ പറയുന്നുണ്ട്. ഏതാണ് ആ ട്രൈബ്? കണ്ടായിരുന്നോ? വായിച്ചായിരുന്നോ? എന്താ പേര്? നിക്കോബാറിസ് പോപ്പുലേഷൻ. ഏതാണ്? നിക്കോബാറീസ് എന്ന് പറയുന്നത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലെ ഒരു ട്രൈബിൻ്റെ പേരാണ്. നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, നിക്കോബാറീസ് എന്ന് പറയുന്നത് എവിടുത്തെ ആയിരിക്കും? നിക്കോബാർ ഐലൻഡിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ഫാക്റ്റ് പഠിച്ചു. ഈ ഐലൻഡിലുള്ള ഒരു ലോക്കൽ ട്രൈബ്സ് ഗ്രൂപ്പിൻ്റെ പേരാണ് നിക്കോബാറീസ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ അവിടെ അറിയേണ്ടത് ഒരു സ്ഥലമാണ്. ഏതാണ്? ഗലാത്തിയ ബേ. ഗലാത്തിയ ബേ എവിടെയാണ്? ഇറ്റ്സ് ഇൻ നിക്കോബാർ. നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലെ നിക്കോബാർ എന്ന് പറയുന്ന ഐലൻഡ്. ആ ഒരു ആൻഡമാനും നിക്കോബാറും 2 ഡിഫറെൻറ്റ് ഐലൻഡാണ്. നമ്മൾ ഒരുമിച്ചാണ് പറയുന്നതെങ്കിലും 2 ഡിഫറെൻറ്റ് ഐലൻഡാണ് ആൻഡമാനും നിക്കോബാറും. അതിൽ നിക്കോബാർ ഐലൻഡിൽ വരുന്ന ഒരു ബേ ആണ് എന്തെന്ന് പറയുന്നത്? ഗലാത്തിയ ബേ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ബേ എന്ന് വെച്ചാൽ? എന്താ അതിൻ്റെ അർത്ഥം? ബേ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ബേ എന്ന് വെച്ചാൽ എന്താ? ബേ? ബേയും ഗൾഫും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഗൾഫ് എന്താ?
അറിയോ? ഗൾഫ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മൾ ഒരു ആ ഒരു ഗൾഫ് കൺട്രീസ് എന്ന് പറയും. ഗൾഫ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ കുറേ ഒരു സീ, ഒരു വാട്ടർ ബോഡി, ഒരു സീ, ആ സീൻ അല്ലെങ്കിൽ ഒരു വാട്ടർ ബോഡിനെ ചുറ്റി ലാൻഡ് ഉണ്ട്. ഓക്കെ, ഇത് ലാൻഡ്, ഇത് വാട്ടർ, പ്രധാനമായിട്ടും സീ. ഇതെന്താണ്? ഇത് സീ ആണ്. ഓക്കെ, ഇത് സീ ആണ്. ആ സീനെ ചുറ്റി എന്തുണ്ട്? ലാൻഡ് ഉണ്ട്. അതായത് ഇവിടെ ലാൻഡ് വരുന്നുണ്ട്, ഇവിടെ ലാൻഡ് വരുന്നുണ്ട്. അപ്പോൾ ഒരു സീ അല്ലെങ്കിൽ ഒരു ഓഷ്യൻ അല്ലെങ്കിൽ ഒരു വലിയൊരു വാട്ടർ ബോഡി, ഇതിന് ചുറ്റി ലാൻഡ് വരുന്നുണ്ടെങ്കിൽ ആ ഏരിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൊതുവെ ഗൾഫ് എന്ന് പറയുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യാം, നമ്മൾ മാപ്പ് എടുക്കുക. മാപ്പ് എടുത്തിട്ട് നമ്മൾ ഗൾഫ് എന്ന് നമുക്കറിയാവുന്ന കുറച്ച് സ്ഥലം ഉണ്ടല്ലോ. ഇപ്പോൾ ഗൾഫ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അറേബ്യൻ കൺട്രീസിൻ്റെ കുറച്ച് പേരല്ലേ ഓർമ്മ വരിക? അറേബ്യൻ കൺട്രീസ് നമ്മൾ ഗൾഫ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ റീജിയൻ ഒന്ന് നോക്കുക. ആ റീജിയൻ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും, ഒരു വലിയ വാട്ടർ ബോഡി, ഒന്നെങ്കിൽ പേർഷ്യൻ ഗൾഫ് എന്ന് പറയുന്ന ഒരു വലിയ വാട്ടർ ബോഡി, അല്ലെങ്കിൽ നമ്മുടെ അറേബ്യൻ സീയുടെ കുറേ പോർഷനൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഒരു ലാൻഡിൻ്റെ ഇടയ്ക്കോട്ട് ഇങ്ങനെ കയറി കിടക്കും. അപ്പോൾ ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി, ഒരു വലിയ ഓഷ്യൻ അല്ലെങ്കിൽ ഒരു സീ അല്ലെങ്കിൽ ഒരു വലിയ ലാർജ് വാട്ടർ ബോഡിക്ക് സറൗണ്ട് ചെയ്തുകൊണ്ട് ചുറ്റും എന്താണ് ലാൻഡ് വരുന്നുണ്ടെങ്കിൽ, കരഭാഗം വരുന്നുണ്ടെങ്കിൽ അത്തരം റീജിയൻസിനെയാണ് നമ്മൾ ഗൾഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഗൾഫ് എന്ന് പറയുന്നത് ഇത് ഭയങ്കര വലുതാണ്. ഇതിൻ്റെ ചെറിയ ഫോമാറ്റ് എന്നുവെച്ചാൽ ഇതിൻ്റെ ഏറ്റവും ചെറിയ വെർഷൻ വെച്ചാൽ ഒരുപാട് വലിയ സീ ആയിരിക്കില്ല, ഒരു കുഞ്ഞു വാട്ടർ ബോഡി ആയിരിക്കും. ഏതെങ്കിലും ഒരു സീയുടെ ഭാഗമായിരിക്കും, അതിന് ചുറ്റുമായിട്ട് ലാൻഡ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ബേ എന്ന് പറയുക. അതായത് ഗൾഫിൻ്റെ സ്മോൾ സൈസായിട്ടുള്ള ലാൻഡ് മാസ് ആണ് ബേ എന്ന് പറയുന്നത്. ഓക്കെ, ഗൾഫിൻ്റെ ചെറുതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബേ എന്ന് പറയുന്നത്. നിങ്ങൾ ബേ ഓഫ് ബംഗാൾ എന്ന് കേട്ടിട്ടുണ്ടോ? ബേ ഓഫ് ബംഗാൾ എവിടെയാ വരിക? ഇപ്പം ടീച്ചറിനെ ഇന്ത്യ ആയിട്ട് കാണുക. ഓക്കെ, ടീച്ചറാണ് ഇന്ത്യ. ടീച്ചറുടെ ഈ കൈ വരുന്ന ഭാഗം എവിടെയാണ്? ഈ സ്ഥലം എന്താ പറയുക, ടീച്ചറിൻ്റെ ആ ഒരു വലത് സൈഡ് എന്ന് പറയുന്നത് ഞാൻ വരച്ച് കാണിക്കാം, അതായിരിക്കും ബെറ്റർ. ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ ഇത്. അപ്പം ഇന്ത്യയുടെ ഇതാണല്ലോ ഈസ്റ്റേൺ സൈഡ് ആണല്ലോ. ഈ ഭാഗത്തല്ലേ ബേ ഓഫ് ബംഗാൾ വരുന്നേ? അല്ലേ? ഈ സൈഡിൽ ആരാ വരുന്നത്? ഗുജറാത്ത്, നമ്മുടെ അറേബ്യൻ സീ അല്ലേ? ഇവിടെ നോക്കൂ, ഈ ബേ ഓഫ് ബംഗാൾ എന്ന് വെച്ചാൽ എന്താ? ഇവിടെ സീ ആണല്ലോ, ബേ ഓഫ് ബംഗാൾ അല്ലേ? സീ ആണ്, ഇവിടെയൊക്കെ സീ ആണ് അല്ലേ? ഇവിടെ ഇന്ത്യൻ ഓഷൻ ആണ്. ഈ പോർഷൻ നോക്കിയേ, ഈ സീക്ക് ചുറ്റും, ഈ ബേ ഓഫ് ബംഗാളിന്റെ ഈ ഒരു പോർഷന് ചുറ്റുമായിട്ട് ലാൻഡ് മാസ് ഇല്ലേ? കാര്യം ഇത് ഇന്ത്യയുടെ പാർട്ടാണ്, ഇത് ലാൻഡ് അല്ലേ? ഇവിടെ ലാൻഡ് അല്ലേ? ഇവിടെയും ലാൻഡ് അല്ലേ? ഈ ഭാഗത്തായിട്ട് നമുക്ക് മ്യാൻമാറിനൊക്കെ കാണാൻ പറ്റും. ഒന്ന് മാപ്പ് എടുത്ത് നോക്കൂ കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റേൺ സൈഡിന്റെ ഭാഗത്തായിട്ട് നമുക്ക് ഈ കടലിനെ ചുറ്റി കുറച്ച് ലാൻഡ് കാണാൻ പറ്റും ഇല്ലേ? അപ്പോൾ ഒരു വാട്ടർ ബോഡിനെ കുറച്ച് സറൗണ്ട് ചെയ്ത് ഒരു ലാൻഡ് മാസ് വരുന്നില്ലേ? ഇല്ലേ? ഇതിനെയാണ് എന്ത് പറയുക? ബേ എന്ന് പറയുക. അതുകൊണ്ടാണ് ആ റീജിയനെ ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഈ പറയുന്ന ഇവിടെ ഈ ടീച്ചർ വരച്ച ഈ പോർഷൻസ് നോക്കൂ. ഇപ്പോൾ നമ്മുടെ ബേ ഓഫ് ബംഗാളിൽ, ഇന്ത്യയുടെ ബേ ഓഫ് ബംഗാളിൽ ഇവിടെ നോക്കി, അതിൻ്റെ ഓപ്പണിങ്ങിന് ഇത്രയും വലിപ്പമുണ്ട്. ഇത്രയും വലിപ്പമില്ലേ? ഗൾഫ് വരുമ്പോൾ ഇതാണ് വാട്ടർ ബോഡി എങ്കിൽ ഇതിന് ചുറ്റും എന്തായിരിക്കും? ലാൻഡ് മാസ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് ഉണ്ടാവില്ല, വളരെ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. മൗത്തിന്റെ ഓപ്പണിങ് വളരെ വലുതാണ് എങ്കിൽ അതിനെ നമ്മൾ ബേ എന്ന് വിളിക്കും. ഈ ലാൻഡ് മാസിന്റെ ക്ലോസിങ് വളരെ ചെറുതാണെങ്കിൽ നമ്മൾ അതിനെ ഗൾഫ് എന്ന് വിളിക്കും. രണ്ടും സെയിം ആണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഗൾഫ്, ബേ രണ്ടും സെയിം ആണ്. കുറച്ച് വലിയ കടലും വലിയ ലാൻഡ് മാസും ആണെങ്കിൽ നമ്മൾ അതിനെ ഗൾഫ് എന്ന് വിളിക്കും. ചെറിയ കടലും ചെറിയ ലാൻഡ് മാസും ആണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ ബേ എന്ന് വിളിക്കും. ഓക്കെ ആണോ അനന്യ? ഓക്കെ ആണ്, ശരി. സോ ദാറ്റ്സ് അപ്പോൾ
നമ്മളെന്താ പറഞ്ഞേ? ഗലാത്തിയ ബേയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? നമുക്ക് രണ്ട് മൂന്ന് ഫാക്ട്സ് ഇവിടെ നിന്ന് കിട്ടിയ എന്താ? നിക്കോബാറിസ് എന്ന് പറയുന്ന പോപ്പുലേഷൻ എവിടെയാണ്? അത് ട്രൈബൽ പീപ്പിൾ ആണ്. അത് അവർ എവിടെ നിന്നുള്ളതാണ്? ഏത് സ്ഥലത്തുള്ളതാണ്? നിക്കോബാർ ഐലൻഡ്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലുള്ളതാണ്. പിന്നെ നമ്മളൊരു സ്ഥലത്തിന്റെ പേര് പഠിച്ചു, ദാറ്റ് ഇസ് ഗലാത്തിയ ബേ. ഗലാത്തിയ ബേ എന്ന് പറഞ്ഞാൽ എന്താണ്? നിക്കോബാറിലുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഗലാത്തിയ ബേ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ബേ എന്ന് പറയുന്നത് എന്താണെന്ന് പഠിച്ചു. ബേ എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ ബോഡീനെ എൻക്ലോസ് ചെയ്യുന്ന അല്ലെങ്കിൽ സറൗണ്ട് ചെയ്യുന്ന ലാൻഡ് മാസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബേ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾക്ക് ഒരു ഫാക്റ്റും കൂടി ഇതിൽ നിന്ന് കാണാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ നോക്കൂ, എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ട്, ഒരു ടൂറിസ്റ്റ് സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ഒരു പോർട്ടിന്റെ ഒക്കെ പ്രൊജക്റ്റ് എവിടെ വരുന്നുണ്ട്? ആൻഡമാനിൽ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ആൻഡമാനിലെ ട്രൈബായിട്ടുള്ള ആൾക്കാരായിട്ടുള്ള നിക്കോബാറിസ് അതിനെ എതിർത്തു. അതാണ് ന്യൂസിൽ വന്നത്, ടീച്ചർ പറഞ്ഞില്ലേ തുടക്കത്തില്. അപ്പൊ അവർ എതിർക്കുന്ന ആരുടെ അടുത്താ പോയി പറയാ? ഒന്നുകിൽ പോലീസിന്റെ അടുത്ത് പറയും, അല്ലെങ്കിൽ കോടതിയിൽ പോവും. ഓക്കെ, ഇവിടെ നോക്കൂ, ഏത് കോടതിയാ? ദി കൽക്കത്ത ഹൈക്കോർട്ട്. അതെന്താ അവർ കൽക്കത്ത ഹൈക്കോർട്ടിൽ പോയത്? നിക്കോബാറേസ് കൽക്കത്ത ഹൈക്കോർട്ടിൽ പോയതിന്റെ റീസൺ എന്താ? യൂണിയൻ ടെറിട്ടറി ആയതുകൊണ്ട് അവിടെ ജനറലി ഹൈക്കോർട്ട് വരത്തില്ല. പകരം ഈ ആൻഡമാൻ ആൻഡ് നിക്കോബാറിന്റെ കോടതി ഏതാണ്? ആൻഡമാൻ നിക്കോബാറിന്റെ കോടതി ഏതാണ്? വെസ്റ്റ് ബംഗാളിലുള്ള, നമ്മുടെ പശ്ചിമ ബംഗാളിലുള്ള കൽക്കത്ത ഹൈക്കോർട്ടാണ്. ആരുടെയും ഹൈക്കോർട്ട്? ഈ പറയുന്ന ആരുടെ ഹൈക്കോർട്ട്? ആൻഡമാന്റെയും നിക്കോബാറിന്റെ. അപ്പൊ ലക്ഷദ്വീപിന്റെ ഹൈക്കോർട്ട് ഏതാ? ലക്ഷദ്വീപിന്റെ ഹൈക്കോർട്ട് ഏതാ? ലക്ഷദ്വീപ് ഹൈക്കോർട്ട് ഏതാ? കേരളമാണ് കേട്ടോ. നമ്മുടെ കേരള ഹൈക്കോർട്ടാണ് ലക്ഷദ്വീപിലെയും ഹൈക്കോർട്ട്. ഓക്കെ ആണോ? ലക്ഷദ്വീപിലെ ഹൈക്കോർട്ട് ഏതാണ്? കേരളം. ഞാൻ ടീച്ചർ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരട്ടെ. ഇന്ത്യയിൽ കുറച്ച് ഹൈക്കോർട്ടുകൾ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റുകളുടെയും യൂണിയൻ ടെറിട്ടറിയുടെയും ഹൈക്കോർട്ട് ആകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, കേരളത്തിന്റെ ഹൈക്കോർട്ട് എന്ന് പറയുന്നത് കേരളത്തിന്റെയും ഹൈക്കോർട്ടാണ്, അതുപോലെ ലക്ഷദ്വീപിന്റെയും ഹൈക്കോർട്ടാണ്. അതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ കൽക്കത്ത ഹൈക്കോർട്ട് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിന്റെയും ആൻഡമാൻ ആൻഡ് നിക്കോബാറിന്റെയും ഹൈക്കോർട്ടാണ്. ഇതുപോലെ വേറെ ഏതൊക്കെ ഹൈക്കോർട്ടുകളാണ് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിനെയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ യൂണിയൻ ടെറിട്ടറിനെയോ കൺട്രോൾ ചെയ്യുന്നുള്ളത് കണ്ടുപിടിക്കുവോ? ഒന്നിൽ കൂടുതൽ, അത് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഒന്നിൽ കൂടുതൽ ജുറിസ്ഡിക്ഷൻ വരുന്ന, എന്താ ജുറിസ്ഡിക്ഷൻ? നിങ്ങൾക്ക് ഇങ്ങനെ സെർച്ച് ചെയ്യാം കേട്ടോ. ജുറിസ്ഡിക്ഷൻ എന്ന് വെച്ചാൽ എന്താ? അധികാരപരിധി എന്ന് പറയും. അധികാരപരിധി. ഇത് പഠിച്ചു വെച്ചോ, ഈ ഒരു വാക്ക് പഠിച്ചോ, ജുറിസ്ഡിക്ഷൻ. അധികാരപരിധി. അപ്പോ ഒന്നിൽ കൂടുതൽ എന്താണ്? ഒന്നിൽ കൂടുതൽ ജുറിസ്ഡിക്ഷൻ ഉള്ള, ജുറിസ്ഡിക്ഷന്റെ സ്പെല്ലിംഗ് കാണുന്നില്ലേ? പറയണോ ഒന്നുകൂടെ? ജുറിസ്ഡിക്ഷന്റെ സ്പെല്ലിംഗ് വെച്ചാൽ JURISDICTION. ജുറിസ്, JURISDICTION. ജുറിസ്ഡിക്ഷൻ. എന്താ ജുറിസ്ഡിക്ഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അധികാരപരിധി. അപ്പൊ നിങ്ങൾ ഗൂഗിളിലാണെങ്കിൽ സെർച്ച് ചെയ്യുക, ഒന്നിൽ കൂടുതൽ, മോർ ദാൻ വൺ ജുറിസ്ഡിക്ഷൻ വരുന്ന ഹൈക്കോർട്ട് ഏതൊക്കെയാണ്? മോർ ദാൻ വൺ ജുറിസ്ഡിക്ഷൻ വരുന്ന ഹൈക്കോർട്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നാളെ പറഞ്ഞുതരുമോ? ഗ്രൂപ്പിൽ ഇടണം കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ആയിട്ട് ഇടുക, ഏതൊക്കെയാണ് മോർ ദാൻ വൺ ജുറിസ്ഡിക്ഷൻ വരുന്ന ഹൈക്കോർട്ട്സ് എന്ന്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യമുള്ളൂ നമുക്ക് അതിലൊന്ന് വായിക്കാൻ, അതിലൊന്ന് പഠിക്കാൻ. അടുത്ത ന്യൂസ് നോക്കാം നമുക്ക്. അടുത്ത ന്യൂസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, യെസ്, സെൻസസ്. എന്താ സെൻസസ്? സെൻസസ് എന്താ? നോക്കൂ, എന്താ ചെയ്തേക്കുന്നത്? ഡിമാർക്കേഷൻ ഓഫ്
demarcation of house listing blocks as part of census begin this month end. എന്താ പറഞ്ഞേക്കണേ? വായിക്കാൻ പറ്റുണ്ടോ? അത് ഒന്ന് വായിച്ചേ, ഒന്ന് വായിച്ചേ. ഹെഡിങ് വായിക്കൂ. demarcation of house listing blocks as part of census to begin this month. അപ്പൊ എന്താ ഹൗസ് ലിസ്റ്റിംഗ്, എന്താണ് സെൻസസ്? എന്താണ് ഹൗസ് ലിസ്റ്റിംഗ്, എന്താണ് സെൻസസ് പറയാമോ? ഹൗസ് ലിസ്റ്റിംഗ് എന്താ, എന്താ സെൻസസ്, എന്താ സെൻസസ്, എന്താ? പോപ്പുലേഷൻ, അതായത് എത്രത്തോളം ആൾക്കാരുണ്ട് ഇന്ത്യയിൽ, പോപ്പുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൻസസ് എന്ന് പറയുന്നത്. സെൻസസ് എത്ര വർഷം കൂടുമ്പോഴാണ് നടത്തുക? എത്ര വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ സെൻസസ് നടത്തുക? യെസ്, 10 years. 10 years കൂടുമ്പോഴാണ് ഇന്ത്യയിൽ എന്ത് നടത്തുന്നത്? പോപ്പുലേഷൻ എത്ര കൂടി എന്നുള്ളത് അറിയാനുള്ള ആ ഒരു പ്രോസസ്സ് നടത്തുന്നത്. അപ്പോൾ ഇന്ത്യയിലെ പോപ്പുലേഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി, പോപ്പുലേഷൻ എത്രത്തോളം ജനസംഖ്യ കൂടി എന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ സെൻസസ് എന്ന് പറയുന്നത്. ഓരോ 10 വർഷം ഡെക്കേഡൽ പ്രോസസ്സ് എന്ന് പറയും. എന്താ ഡെക്കേഡ് എന്ന് വെച്ചാ? യെസ്, ഡെക്കേഡ് എന്ന് വെച്ചാൽ എന്താ? 10 വർഷം എന്നതിനെയാണ് നമ്മൾ ഡെക്കേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഡെക്കേഡിലുമാണ് എന്ത് നടക്കുന്നത്? സെൻസസ് നടക്കുന്നത്. ഓക്കെ, നോക്കൂ. ഇനി എന്താ ഹൗസ് ലിസ്റ്റിംഗ്? ഹൗസ് ലിസ്റ്റിംഗ് എന്താ? ഹൗസ് ലിസ്റ്റിംഗ് എന്താ? ഹൗസ് ലിസ്റ്റിംഗ് എന്ന് വെച്ചാൽ സിമ്പിളാണ്. നമ്മുടെ ഈ സെൻസസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇനിയിപ്പോൾ മക്കൾ ശ്രദ്ധിച്ചാൽ മതി, കാണാൻ പറ്റും. ഈ വിഷു ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആര് വരും? കുറച്ച് ഒഫീഷ്യൽസ് വരും. ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽസ് ആണെന്ന് പറഞ്ഞിട്ട് വരും. അവർ നമ്മുടെ അടുത്ത് വന്നിട്ട് ഈ വീട്ടിൽ ആരൊക്കെയുണ്ട്, എത്ര പേരുണ്ട്, എത്ര പേര് കുട്ടികളാണ്, ആൺകുട്ടികൾ എത്ര, പെൺകുട്ടികൾ എത്ര, അച്ഛൻ്റെ അമ്മയുടെയും ജോലി എന്താ, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ വരും. ഇങ്ങനെ ഇന്ത്യയിലെ എല്ലാ വീട്ടിലും എന്ത് ചെയ്യും? ആൾക്കാർ കയറി ഇറങ്ങും. മനസ്സിലായോ? പക്ഷെ ഓരോ വീടുകൾ തോറും കയറി എത്ര ആൾക്കാരുണ്ട്, അതിൽ ആണുങ്ങൾ എത്ര, പെണ്ണുങ്ങൾ എത്ര, കുട്ടികൾ എത്ര, മുതിർന്ന ഒരുപാട് പ്രായം ചെന്നവർ എത്ര, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹൗസ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണ്? വീടുകൾ തോറും നടന്നുള്ള സർവേ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹൗസ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ഇങ്ങനെ വീടുകൾ തോറും നടത്തിയ ഈ സർവേ, ഹൗസ് ലിസ്റ്റിങ്ങിന് ശേഷമാണ് ഒരു ഫൈനൽ ഔട്ട്പുട്ട് പുറത്തു വരുന്നത്. മനസ്സിലായോ? സെൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? പോപ്പുലേഷന്റെ കണക്കെടുപ്പ്. പോപ്പുലേഷൻ നോക്കുകയാണ്. പോപ്പുലേഷൻ എന്യൂമറേഷൻ എന്ന് പറയും. ജനസംഖ്യ കൂടിയോ കുറഞ്ഞോ എന്ന് നോക്കുന്ന പ്രോസസ്സിനെയാണ് സെൻസസ് എന്ന് പറയുന്നത്. ഓരോ 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടത്തുന്നത്. എങ്ങനെയാ സെൻസസ് നടത്തുന്നതെന്ന് ചോദിച്ചാൽ അതിനകത്തുള്ള ഒരു പ്രോസസ്സാണ് ഹൗസ് ലിസ്റ്റിംഗ്. ഹൗസ് ലിസ്റ്റിംഗ് എന്ന് വെച്ചാൽ പേര് പറയുന്ന പോലെ തന്നെ ഓരോ വീട്ടിലും കയറി ഇറങ്ങിയിട്ട് അവിടുത്തെ ആൾക്കാരുടെ എണ്ണം എടുക്കും. എത്ര ആൾക്കാരുണ്ട്, എത്ര ആൾക്കാർ പുതുതായിട്ട് ജനിച്ചു, ഇനി ആരെങ്കിലുമൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ, അതിൽ തന്നെ എത്ര ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്, പഠിക്കുന്നവരെത്രയാ, ജോലിക്ക് പോകുന്നവരെത്രയാ, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഹൗസ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ ദിവസമായിരിക്കും ഹൗസ് ലിസ്റ്റിംഗ് നടക്കുന്നത്? ആണോ? ആയിരിക്കത്തില്ല. അതൊരു ഹ്യൂജ് പ്രോസസ് ആവില്ലേ? ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ കാലഘട്ടങ്ങളിലാണ് എന്ത് നടത്തുന്നത്? ഹൗസ് ലിസ്റ്റിംഗ് നടത്തുന്നത്. പക്ഷേ ഇന്ത്യയിൽ ടോട്ടൽ എല്ലാ വർഷവും ഒരുമിച്ച് തന്നെ സെൻസസ് തീരുകയും ചെയ്യും. ഓക്കെ ആണല്ലോ? സെൻസസ് ഒരേ ടൈമിൽ തന്നെ തീരും. ഒരു വർഷം തന്നെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സെൻസസ് എടുത്ത് തീരും. പക്ഷെ ഹൗസ് ലിസ്റ്റിംഗ് ഡിഫറെൻറ്റ് ടൈമിലായിരിക്കും നടത്തുന്നത്. ഓക്കെ ആണല്ലോ? ഇപ്പോൾ കേരളത്തിൽ ഏപ്രിലാണെങ്കിൽ നമ്മുടെ തമിഴ്നാട്ടിൽ ചിലപ്പോൾ മെയ്യിലോ ജൂണിലോ ഒക്കെ ആയിരിക്കും. നമ്മുടെ ഇലക്ഷൻ നടത്തിയില്ലേ, അതുപോലെ. ഓക്കെ, ശരി. ഇനി ഈ പറഞ്ഞ സെൻസസ് ഇന്ത്യയിൽ നടത്തുന്നത് ഏത് ബോഡിയാണ് ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത്? നോക്കൂ, ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത് ആരാണെന്ന് വെച്ചാൽ രജിസ്ട്രാർ ജനറൽ. ആരാണ്? രജിസ്ട്രാർ ജനറൽ ആണ്. നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്.
നമ്മൾ എന്തെങ്കിലുമൊക്കെ ലിസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എണ്ണം എടുത്തിട്ട് നമ്മൾ രജിസ്റ്ററിൽ സൂക്ഷിക്കുക എന്ന് പറയില്ലേ, രജിസ്റ്റർ എഴുതുക എന്നൊക്കെ പറയില്ലേ. എന്താ രജിസ്റ്റർ? ഒരു ബുക്കിലെടുത്ത് നമ്മൾ എഴുതി വെക്കുന്നതിനല്ലേ രജിസ്റ്റർ എന്ന് പറയാ. അപ്പൊ ഇന്ത്യയിൽ സെൻസസ് നടത്തുന്ന ഓഫീസിന്റെ പേരെന്താ, അല്ലെങ്കിൽ ഓഫീസറിന്റെ മെയിൻ ഓഫീസറിന്റെ പേരെന്താ? രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ. രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിൽ സെൻസസ് നടത്തുന്ന ആൾക്കാർ. ഓക്കെ ആണല്ലോ, ദാറ്റ്സ് ഇറ്റ്. അത്ര അറിഞ്ഞാൽ മതി. അടുത്തത് ഈ നോക്കൂ, നമ്മുടെ എഡിറ്റോറിയൽ പേജിൽ ഒരു ന്യൂസ് ഉണ്ട്. എന്താ സബ്മറൈൻ? സബ്മറൈൻ എന്ന് വെച്ചാൽ എന്താ? എന്താ സബ്മറൈൻ എന്നറിയോ? സബ്മറൈൻ എന്താണെന്നറിയോ? മുങ്ങിക്കപ്പൽ എന്ന് കേട്ടിട്ടുണ്ടോ? മുങ്ങിക്കപ്പല്, സബ്മറൈൻ. പറഞ്ഞോ അസ്ര, എന്താ സബ്മറൈൻ? സബ്മറൈൻ എടാ ഞാൻ എഴുതി കാണിക്കാം. ഇത് സബ്മറൈൻ പേരെന്താ? ഷിപ്പ് കണ്ടിട്ടുണ്ടോ മക്കള്? ഷിപ്പ് ഷിപ്പ് സാധാരണ എവിടെയാ നമ്മൾ കാണുക? വാട്ടറിന്റെ മുകളില് ഇല്ലേ? എന്താ, ഇതാണ് വാട്ടർ എങ്കിൽ ഇതിന്റെ മുകളിലാണ് നമ്മൾ സാധാരണ ഷിപ്പ് കാണുന്നത് അല്ലേ? പക്ഷെ സബ്മറൈൻ എന്ന് വെച്ചാല് ഇതാണ് വാട്ടർ ബോഡി എങ്കിൽ, യെസ്, ഇതാണ് വാട്ടർ ബോഡി എങ്കിൽ അതിന്റെ അടിയിലായിരിക്കും ഈ ഷിപ്പ് പോവുക. അതിന്റെ ഒരു ചെറിയ പോർഷൻ മാത്രമേ മുകളിൽ കാണുള്ളൂ, ബാക്കിയെല്ലാം വെള്ളത്തിന്റെ അടിയിലായിരിക്കും. ഓക്കെ, അണ്ടർ വാട്ടർ ഷിപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സബ്മറൈൻ. ഓക്കെ, വെള്ളത്തിന്റെ അടിയിൽ കൂടെ പോകുന്ന ഷിപ്പ് എന്ന് വെച്ചാൽ അതിനകത്ത് എന്താ, ആൾക്കാർക്ക് ഓക്സിജനും ഫുഡും എല്ലാ കാര്യങ്ങളും ഉണ്ടാകും, പക്ഷെ വെള്ളത്തിന്റെ അടിയിൽ കൂടെ ആയിരിക്കും പോവുക. സംടൈംസ് മാത്രമേ വെള്ളത്തിന് മുകളിൽ വരുള്ളൂ. സബ്മറൈൻ, സബ്മറൈൻ. ടീച്ചർ കാണിച്ചു തരാം. ഇത് കാണാവോ ഈ പേര്? സബ്മറൈൻ. സബ്മറൈൻ. മറൈൻ എന്ന് വെച്ചാൽ എന്താ? മറൈൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മറൈൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സീ എന്നാണ്. സീ എന്നാണ് മറൈൻ എന്ന വാക്കിന്റെ അർത്ഥം. സബ് എന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിൽ, കടലിനുള്ളിലുള്ള ഷിപ്പിനെയാണ് നമ്മൾ സബ്മറൈൻ എന്ന് പറയാ. ഓക്കെ ആണോ? എന്തിനായിരിക്കും സബ്മറൈൻ യൂസ് ചെയ്യുന്നേ? എന്തിനൊക്കെ സബ്മറൈൻ യൂസ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് വൺ എന്താ? എന്തിനൊക്കെ യൂസ് ചെയ്യാം നോക്കൂ. മെയിൻ യെസ്, നമുക്ക് അണ്ടർ വാട്ടറിലുള്ള റിസർച്ചിന് യൂസ് ചെയ്യാം അല്ലേ? കടലിന്റെ അടിയിൽ എന്തൊക്കെയുണ്ട്, അവിടെ ഏതൊക്കെ എന്താ പറയാ ജീവികൾ ഉണ്ടെന്നൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സബ്മറൈൻ യൂസ് ചെയ്യാം. വേറെ എന്തിനു യൂസ് ചെയ്യാം? നമുക്ക് വേണേ ടൂറിസ്റ്റ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം. പക്ഷെ അണ്ടർ വാട്ടറിൽ പോകാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യാം. മെയിൻ ആയിട്ടൊരു യൂസ് ഉണ്ട്, ദാറ്റ്സ് ഫോർ ഡിഫെൻസ്. എന്താ ഡിഫെൻസ് എന്ന് വെച്ചാ? എന്താ ഡിഫെൻസ്? പ്രതിരോധം എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ പട്ടാളക്കാര് ഇല്ലേ, നമ്മുടെ രാജ്യത്തിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി പട്ടാളക്കാർ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? സബ്മറൈൻസ് യൂസ് ചെയ്യുന്നുണ്ട്. വെച്ചാൽ നമുക്ക് കടലിൽ കൂടെയും ആക്രമണം വരാൻ ചാൻസ് ഇല്ലേ? കരയിൽ കൂടെ മാത്രമല്ലല്ലോ. അങ്ങനെ കടലിൽ കൂടുതൽ നമുക്ക് നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും ഒരു ത്രെറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ആ ത്രെറ്റിനെ ആരും കാണാതെ കണ്ടുപിടിച്ച് നശിപ്പിക്കാനൊക്കെ നമുക്ക് എന്തിന്റെ സഹായം വേണം? ദിസ് സബ്മറൈൻ വേണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ന്യൂസ് സംതിങ് റിലേറ്റഡ് ടു ഡിഫെൻസിന്റെ സബ്മറൈൻസിനെ കുറിച്ചാണ് ഈ ന്യൂസ് പറയുന്നത്. ഓക്കെ, ഡിഫെൻസിന്റെ സബ്മറൈൻസിനെ കുറിച്ച്. ഇനി നിങ്ങൾ മിസൈൽസ് എന്ന് കേട്ടിട്ടുണ്ടോ? മിസൈൽസ് എന്ന് കേട്ടിട്ടുണ്ടോ? മിസൈൽസ് മിസൈൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആയുധമാണ് അല്ലേ മിസൈൽ. നമ്മളിപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഒക്കെ വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ എന്താ? നമുക്ക് ആകാശത്തൂടെ സ്കൈയിൽ കൂടെ വന്ന് വീഴുന്ന ബോംബിനെയാണ് നമ്മൾ എന്ത് പറയാ? മിസൈൽസ് എന്ന് പറയാം. ബോംബ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? നമ്മുടെ സ്കൈയിൽ കൂടെ വന്ന് വീഴുന്ന ബോംബിനെയാണ് നമ്മൾ എന്താ പറയാ? മിസൈൽസ് എന്ന് പറയാം. 2 ടൈപ്പ് മിസൈൽസ് ഉണ്ട് കേട്ടോ. 2 ടൈപ്പ് മിസൈൽസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത്
ബാലിസ്റ്റിക് മിസൈൽ. ഇത് മക്കൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ ഒന്ന് കേട്ടിരിക്കുക. ഒന്ന് ബാലിസ്റ്റിക് മിസൈൽ, രണ്ട് ക്രൂയിസ് മിസൈൽ. ഇതാണ് ക്രൂയിസ് മിസൈൽ. രണ്ട് ടൈപ്പ് മിസൈൽസ് ഉണ്ട്, ബാലിസ്റ്റിക് മിസൈലും ക്രൂയിസ് മിസൈലും. മിസൈൽ എന്താ, ആകാശത്തൂടെ വന്ന് ഒരു രാജ്യത്ത് വന്ന് വീഴുന്നു. ബോംബിനെയാണ് നമ്മൾ എന്താ പറയുക, മിസൈൽസ് എന്ന് പറയുക. രണ്ട് ടൈപ്പ് മിസൈൽസ് ഉണ്ട്, ബാലിസ്റ്റിക് മിസൈലും ക്രൂയിസ് മിസൈലും. ഇപ്പൊ നോക്കൂ, ഇതൊരു ലാൻഡാണ്, ഇതൊരു കരയാണ്, ഒരു ലാൻഡാണ്, ഒരു രാജ്യം, കൺട്രി 1. ഇതൊരു കൺട്രിയാണ്, ഇത് വേറൊരു കൺട്രിയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ കൺട്രിക്കെതിരെ ഒരു മിസൈൽ വിടണം. നല്ല പൊക്കത്തിൽ പോയിട്ട് ഇങ്ങനെ വന്ന് വീഴുന്ന മിസൈലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് അറിയോ? അങ്ങനെ വീഴുന്ന മിസൈലിനെയാണ് നമ്മൾ ക്രൂയിസ് മിസൈൽ എന്ന് പറയാം. ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയാം. ഓക്കെ. ഇനി അധികം ദൂരത്തിൽ പോകാതെ ചെറുതായിട്ട് ഇങ്ങനെ വന്ന് വീഴുന്നതിനെയാണ് നമ്മൾ ക്രൂയിസ് മിസൈൽ എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ. നല്ല പൊക്കത്തിൽ പോയിട്ട് വീഴുന്നതിന് ഒരു ടൈപ്പ് മിസൈൽ, താഴെ കൂടെ വന്ന് വീഴുന്നതിന് നമ്മൾ വേറൊരു ടൈപ്പ്. അപ്പോൾ മുകളിൽ പോകുന്നതിന് ബാലിസ്റ്റിക് എന്നും താഴെ കൂടെ വരുന്നതിന് ക്രൂയിസ് മിസൈൽ. ഓക്കെ ആണല്ലോ. മിസൈൽ എന്താണെന്ന് നമുക്കറിയാം, സബ്മറൈൻ എന്താണെന്ന് അറിയാം, എത്ര ടൈപ്പ് മിസൈൽ ഉണ്ടെന്ന് നമുക്കറിയാം. ഓക്കെ. ഇനി നമ്മുടെ ന്യൂസ് സംതിങ് റിലേറ്റഡ് ടു ഇന്ത്യയിലെ സബ്മറൈൻസിൽ, ചില സബ്മറൈൻസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ബാലിസ്റ്റിക് മിസൈൽ യൂസ് ചെയ്യുന്നത്. വെച്ചാൽ നമുക്ക് കപ്പലിൽ നിന്ന്, ഈ പറയുന്ന സബ്മറൈൻസിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, മിസൈൽസ് യൂസ് ചെയ്യാം. പക്ഷെ ഈ മിസൈൽസിനൊരു പ്രത്യേകതയുണ്ട്, ഇത് ആകാശത്തിൽ കൂടെ പോവില്ല, ഇത് കടലിനടിയിൽ കൂടെ ആയിരിക്കും പോവുക. ഓക്കെ ആണോ? ഞാൻ പറഞ്ഞ മനസ്സിലായി. സാധാരണ മിസൈൽസ് എങ്ങനെയാ, ഒരു ലാൻഡിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് അതിനെ വിടുന്നു, അത് സ്പേസിൽ ആകാശത്തൂടെ പോകുന്നു, വേറൊരു രാജ്യത്ത് പോയി വീഴുന്നു. ഇവിടെ സബ്മറൈനിൽ എന്താ, സബ്മറൈൻ കടലിന്റെ അടിയിലല്ലേ. അപ്പൊ കടലിന്റെ അടിയിൽ നിന്ന് ഒരു സബ്മറൈനിൽ നിന്ന് മറ്റൊരു സബ്മറൈനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സബ്മറൈനിൽ മിസൈൽസ് യൂസ് ചെയ്യുന്നത്. കടലിന്റെ അടിയിൽ ഒരു സബ്മറൈൻ കിടക്കുന്നു, വേറൊരു സബ്മറൈൻ ദൂരെ കിടക്കുന്നു. അപ്പൊ ഈ സബ്മറൈനെ ആ സബ്മറൈനെ നശിപ്പിക്കണം. അപ്പൊ എന്ത് ചെയ്യും, ഇവർ മിസൈൽസ് ഇടും. ഓക്കെ. നോക്കൂ, ഇവിടെ നിങ്ങൾ വായിക്കേണ്ട കുറച്ച് പേരുകളുണ്ട്. നിങ്ങൾ ഓർത്തിരിക്കേണ്ട കുറച്ച് പേരുണ്ട്. ഫസ്റ്റ് വൺ, ഇന്ത്യയുടെ സബ്മറൈൻസ് ആണ്, മിസൈൽ കപ്പാസിറ്റി ഉള്ള സബ്മറൈൻസിന്റെ പേരുകളാണ്. ഒന്ന് INS അരിഹന്ത്, INS അരിഹന്ത്, INS അരിഗട്ട്, INS അരിഹന്ത്, INS അരിഗട്ട്, INS അരിധമൻ. ഓക്കെ, ഇത്രയും പേരുകളാണ് ഉള്ളത്. INS അരിഹന്ത്, INS അരിഗട്ട്, INS അരിധമൻ. ഓക്കെ, ഇത്രയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ അവിടെ പഠിക്കാനുള്ളത്. ഈ ന്യൂസിൽ നമുക്ക് ഇത്രയും പഠിക്കേണ്ടതെന്നുള്ള പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇല്ല. സോ നമുക്ക് ഇന്ന് ഇത്രയും ന്യൂസേ നമുക്ക് പ്രധാനമായിട്ടുള്ളൂ. നമുക്ക് ഇന്ന് ഈ ഒരു സെഷൻ ഇവിടെ വെച്ച് നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യട്ടോ. നമുക്ക് നാളെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പ്രത്യേകിച്ച് നമുക്ക് ഇന്ന് ന്യൂസിൽ ഇത്രേ പറയാനുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ എന്തൊക്കെയാന്ന് പറഞ്ഞേ, എന്തായിരുന്നു ടാസ്ക്? ഓക്കെ മോളെ, ഒരു കാര്യം ചെയ്യാം, അത് ബുക്കിൽ എഴുതിയിട്ട് എനിക്ക് ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യാവോ? അപ്പോൾ ടീച്ചർ അത് നോക്കിയിട്ട് നാളെ. ഓക്കെ, ഞാനത് എന്താ മോനെ? ഓക്കെ, സാരമില്ല. അപ്പോൾ എന്താണ് ടീച്ചർ എന്ന ടാസ്ക് എന്നുള്ളതേ ഒന്ന് ബുക്കിൽ എഴുതിയിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യോ. ടീച്ചർ ഇന്ന് തന്നെ ചെക്ക് ചെയ്തിട്ട് ഫീഡ്ബാക്ക് തരാം കേട്ടോ. നാളെ നമുക്ക് കുറച്ച് കൂടുതൽ നേരം സംസാരിക്കാം. അപ്പം നമുക്ക് ഇന്ന് തൽക്കാലത്തെ ക്ലാസ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞെല്ലാം മനസ്സിലായല്ലോ. ന്യൂസ് പേപ്പർ ഒന്ന് വായിക്കാം കേട്ടോ, എല്ലാവരും വായിക്കാം. ബൈ, ടാറ്റാ.